ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാരറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സ്റ്റോറിയല്ല, പക്ഷേ വീഡിയോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കറണ്ട് ചെക്ക് എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കറണ്ട് എനർജി ചെക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ റീഡിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഒക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പോയൊരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടെ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഒരുപാട് പേരെ സംബന്ധിച്ച് കുറച്ച് പേര് ഈ ഒരു പേഴ്സണുമായിട്ട് ഫാമിലി ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഫാമിലി ഉള്ള ഒരു പേഴ്സണാണ്. കുറേ ആൾക്കാർ ഈ പേഴ്സണുമായിട്ട് വളരെയധികം ഫ്യൂച്ചർ കണ്ട ഒരുപാട് ആൾക്കാർ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഇട്ടേച്ച് പോകാൻ വേണ്ടി ഒരു കാരണം അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ട് പോയത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നമ്മളെ വിട്ടു പോയത് എന്നുള്ള രീതിയിൽ സംശയിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു എക്സ്പ്ലനേഷൻ തരാതെ പെട്ടെന്ന് അങ്ങ് പോവുക, പിന്നെ കുറേ കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ തിരിച്ചു വരിക, അങ്ങനെയുള്ള ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നവരാകാം ഒരുപാട് ആൾക്കാർ. കുറച്ച് ടോക്സിസിറ്റി കുറച്ചധികം ഉണ്ട്. കുറച്ച് എന്താ പറയുക, അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം വരിക, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ വന്നു പോവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ നിങ്ങളോടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നത്. വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടേച്ച് പോകണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പോയ വഴിക്ക് പിന്നെ ഒരു കാലത്തും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കില്ല. ബട്ട് പോകെ പോകെ നമുക്ക് ഈ ഒരു എനർജി പ്രകാരം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയെ മറന്നിട്ട് നിങ്ങളൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും പോകാൻ വേണ്ടി പാടില്ല. ആ ഒരു പേഴ്സൺ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഇവിടെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ വ്യക്തിയുടെ ലൈഫിൽ എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ മേലൊരു കൺട്രോൾ ഉണ്ടാവണം. ചിലപ്പം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് വളരെ കൺട്രോളിൽ നിങ്ങൾക്ക് വേണ്ട ഫ്രീഡം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ആദ്യമൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുമോ ഇത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് എനിക്ക് വേണ്ടി വെച്ചത് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരാൾക്കാർ കണ്ട നല്ലതാണ് അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ്. എന്നാൽ പോകെ ആകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ടോക്സിസിറ്റി കുറേ ആൾക്ക് അനുഭവിച്ച് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എനിക്ക് എന്തുകൊണ്ടോ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾ ഒരു പാർട്ട്ണർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ പക്ഷേ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിയ രണ്ടാൾക്കാരാണ് നിങ്ങളെന്ന് പറയാൻ വേണ്ടി പറ്റും. ഒരുപാട് ആൾക്കാർ ഈ ഒരു പേഴ്സണുമായിട്ട് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിപ്പോയ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു 9 മന്ത്, കുറേ ആളെ സംബന്ധിച്ച് ഒരു 3 മന്ത് 3 ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും. അതുപോലെ 9 എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. 9, 10, 8, അതുപോലെ തന്നെ 3 ഇയർ ആയിട്ടുണ്ടാവാം, 7 ഇയർ ആയിട്ടുണ്ടാകാം, അതുപോലെ തന്നെ 12 മന്ത്. ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എടുത്തെടുത്ത് കാണിക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. 6 മന്ത് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്ക് ടു റീഡിങ്ങിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ അത്രയേറെ ചീറ്റ് ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ റിഗ്രറ്റ് അടിക്കുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് 9 ഓഫ് സൂഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു റിഗ്രറ്റിങ് എനർജി, ഒരു ഉറക്കമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള അവസ്ഥ, ഇതൊക്കെയാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ചെയ്തു പോയ തെറ്റിന് എന്നായാലും മറുപടി കിട്ടും അല്ലേ. അപ്പം നമ്മളൊരാളെ വിഷമിച്ച് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷവാനാണ് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് നിങ്ങളെ ഉപദ്രവിച്ച് പോയാൽ അല്ലെങ്കിൽ കാലം മറുപടി അവർക്ക് കൊടുക്കാതിരിക്കുക അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ ഒരാളുടെ വിഷമത്തിൽ സന്തോഷം കൊണ്ട് കൊട്ടാരങ്ങൾ തീർത്താലും ഒരു നിമിഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടാകാം, ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു വിധി, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെയധികം അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ പഴിചാരി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ കിട്ടിയ സമയത്ത് പാടെ നിങ്ങളെ ഒഴിവാക്കി, നിങ്ങളെ മറന്നു കളഞ്ഞു എന്നുള്ള രീതിയിൽ കുറച്ച് പേരെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതായത് അല്ലെങ്കിൽ നിന്നെക്കാളും എത്രയോ ബെറ്ററാണ് അല്ലെ, എത്രയോ നല്ലതാണ് അവൾ അല്ലെങ്കിൽ അവൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്തോരം തെറ്റ് ചെയ്തോട്ടെ അതിനൊക്കെ അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് വീണ്ടും അവസരം കൊടുത്ത് നിങ്ങൾ വീണ്ടും
അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിഡ്ഢിയായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ ഒന്നും അറിയില്ല. പലരും യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. കാരണം ഇവിടെയൊക്കെ എത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടല്ലേ. എത്രത്തോളം നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റും, നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം, അല്ലെങ്കിൽ അതിന് ഒരുപാട് കഷ്ടപ്പെട്ട ആൾ ആണെന്ന് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വിഷമിപ്പിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് സ്വഭാവമുള്ള ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷന് വളരെയധികം ജസ്റ്റിസ് അർഹിക്കുന്നു. യൂണിവേഴ്സലിനോടും നിങ്ങൾ ചോദിക്കുന്നത് അത് തന്നെയായിരിക്കും, എനിക്ക് അർഹിച്ച ഒരു നീതി എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടിയേ പറ്റും. അത് എങ്ങനെയാണ് യൂണിവേഴ്സലിന് അത് കേട്ടില്ല എന്ന് നടിക്കാനാവുക? കാരണം എന്ന് വെച്ചാൽ വളരെയധികം സത്യസന്ധമായിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ചിടത്തോളം ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ചതിച്ചിട്ടുണ്ട്, പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ വ്യക്തിയുടെ എനർജി പ്രകാരം നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും വളരെയധികം അല്ലെങ്കിൽ വീണ്ടും തുടക്കം വേണം, അല്ലെങ്കിൽ ഒരുപാട് കാലം കാത്തിരുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കാരണം വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം നിങ്ങൾ അങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ വന്ന് മിണ്ടണം അങ്ങനെയുള്ള രീതിയിലേക്ക് കാത്തിരുന്നത്. അങ്ങനെ തീരെ ആവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഫേർട്ട് എടുത്ത് നിൽക്കാം. അതായത് ഒന്ന് മാറി നിന്ന് നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയോ? കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആകുമ്പോൾ ചിലപ്പം കുറേ ആളെ സംബന്ധിച്ച് കുറേ ആളെ വ്യക്തികളെ സംബന്ധിച്ച് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു ടോക്സിക്സ് നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ വളരെ മനസ്സിന് ഭയങ്കര വിഷമമായി അല്ലെങ്കിൽ അതിൽ ഒരു സന്തോഷം കണ്ടെത്തി വീണ്ടും തിരിച്ചു പോകുന്ന ഒരു തരം വ്യക്തികളുടെ ഒരു ചക്രം എന്നൊക്കെ പറയില്ലേ. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുതന്നെയാണ് ഒരുപാട് ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് കാരണം അവസരം കൊടുക്കും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും, ആ ഒരു വ്യക്തി പോകും, പിന്നെ പൊടി പോലും കിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുങ്ങാൻ കപ്പലൊക്കെ മുങ്ങിപ്പോകുമല്ലേ, അതുമാതിരിയാണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥയും. കാരണം പോവും അങ്ങനെ. അപ്പം ഒരു കാര്യം, അങ്ങനെയുള്ളവരെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും ഓരോ ആൾക്കാരുടെ ഇഷ്ടം തന്നെയാണ്. കാരണം ഇത് കാണുന്ന ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാവില്ലേ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അവസരം കൊടുത്തു, വീണ്ടും ഇതേപോലെ ഞാൻ റീഡിങ് ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വെയിറ്റ് ചെയ്യുക, അതേപോലെ കർമ്മ എന്നുള്ള രീതിയിലേക്ക് വിശ്വസിക്കുക, യൂണിവേഴ്സലിനെ സറണ്ടർ ചെയ്യുക. ഈ ഒരു കാര്യം തന്നെയാണ് എനിക്കിവിടെ നിങ്ങളോടും പറയാനുള്ളത്. കാരണം സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഒരിക്കലും അത് അർഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്ന കണ്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ എനർജി കൊടുക്കരുത് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല, പക്ഷേ ഏറെക്കുറെ അങ്ങനെ ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ വ്യക്തി ഇവിടെ പുതിയ തുടക്കം തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ തുടക്കം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാറാണ്, അല്ലെങ്കിൽ വളരെയധികം ആദ്യം കുറച്ച് നല്ല രീതിയിൽ പൊഴുത്തി പറയാമെന്നൊക്കെ പറയില്ലേ, അതുമാതിരി വിലയറിഞ്ഞ് വരുന്നതിനേക്കാൾ കൂടുതൽ പാർട്ട്ണർഷിപ്പ് മൈൻഡിൽ വരുന്ന കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. ബട്ട് അങ്ങനെയുള്ളവരെ വളരെ സ്ലോ എനർജി ആയിട്ടാണ്. കാരണം നിങ്ങളുടെ വില മനസ്സിലാക്കില്ലെങ്കിൽ വേറെ ഏത് സിറ്റുവേഷനിൽ പോയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണ്. കാരണം നിങ്ങളെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ, വളരെ ചുരുക്കം ആൾക്കാർ എനിക്കിവിടെ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്ന് പറയുന്നത് അവരുടെ തെറ്റ് മനസ്സിലാക്കി വരുന്ന അല്ലെങ്കിൽ ചെയ്തു പോയത് കുറച്ച് കൂടിപ്പോയി. നമ്മൾ പറയാറില്ലേ, ഉള്ളിലൊരു കുറ്റബോധം തോന്നിയിട്ട് ആ ഒരു കുറ്റബോധത്തിൻ്റെ രീതിയിൽ ഉറങ്ങാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് പറയണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഭാഗത്ത് തെറ്റ്. ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് അത് തെറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് നമ്മൾ പറയാറില്ലേ മനസാക്ഷി കുത്ത് എന്നൊക്കെ പറയാറില്ലേ, അതുമാതിരി കുറച്ചൊരു റിഗ്രറ്റിംഗ് എനർജി വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ട് കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പം പലരെയും സംബന്ധിച്ചൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ കടന്നുപോയ വ്യക്തികളായിരിക്കാം. കുറച്ച് പേരുടെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ വേറൊരു പേഴ്സണെ മാരീഡ് ചെയ്തതായിരിക്കാം.
അങ്ങനെയുള്ളവർക്ക് ഒരു എന്താണ് അങ്ങനെ വേറൊരാളെ കല്യാണം കഴിച്ച് പോയവരെ തിരിച്ച് അവിടെ ഒരു എന്താണ് പറയുക വീണ്ടും അങ്ങോട്ട് പോവുക, അതൊക്കെ അതിനേക്കാൾ നല്ല അവിടെ ഒരു ബ്ലോക്കേജാണ് നിങ്ങൾക്ക്. ഇത് ടവർ കാർഡ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ്, വേണ്ട അവിടെ സ്റ്റോപ്പ് ഇടുക, നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, കരിയർ, അങ്ങനെയുള്ള എന്ത് വക സാധനം, സെൽഫ് കെയർ, സെൽഫ് ഹീലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചൂസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും ആ ഒരു ദിശയിലേക്ക് മാത്രം എത്തി നോക്കരുത്. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളും സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ വേറെ ആരാ മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇടയ്ക്കൊക്കെ നിങ്ങൾ നിങ്ങളെയും പരിഗണിക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ളത്, സറണ്ടർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പലരെയും സംബന്ധിച്ചൊരു ബെസ്റ്റ് ഓപ്ഷൻ. We have the High Priestess, King of Cups, the Nine of Pentacles, Bottom of the Deck, Three of Wands. നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അതിന് വേണ്ടി മുൻതൂക്കം കൊടുക്കുക. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ്. കാരണം വളരെ കാമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പലരെ സംബന്ധിച്ച് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നല്ല ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ഇനി പ്രണയമേ വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് നിൽക്കുന്ന കുറച്ചൊരു സിംഗിൾ എനർജി കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പകരം എനിക്ക് വേറൊരാളെ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു വ്യക്തി എന്തോ തന്നെ ആയിക്കോട്ടെ, എനിക്കത് അല്ലെങ്കിൽ അവരില്ലാതെ ആവില്ല എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവായിട്ട് മാറുന്ന ഒരു ടെൻഡൻസി ഇവിടെ പലർക്കും കാണുന്നുണ്ട്, ടോക്സിക് ആയിട്ട് പോലും പലരെയും സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഏറ്റവും വേണ്ടത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയുണ്ടാവും എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനർജി പോലെയാണ്. കാരണം ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ലവ് റിലേറ്റഡ് ആയിട്ട് വരും എന്നുള്ള രീതിയിൽ. കാരണം ഇമോഷൻസ് പലപ്പോഴും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം കുറച്ച് സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ ചിലവഴിക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കൂടെ ചിലവഴിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ച് സമയത്തെങ്കിലും നല്ല രീതിയിൽ അല്ലെങ്കിൽ റിലാക്സ് ആവും അല്ലേ. നിങ്ങൾക്ക് റിലാക്സേഷൻ എന്ന് തോന്നുന്ന എന്താണോ ആ നല്ല കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സെൽഫ് ലവും ചിലപ്പോഴൊക്കെ നമ്മളും സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയല്ലേ. കാരണം അതും ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആദ്യം നമുക്ക് നമ്മളെ നോക്കാം, അതിനുശേഷം നമുക്ക് സറണ്ടർ ചെയ്യാം, ബാക്കിയൊക്കെ യൂണിവേഴ്സൽ നടത്തി തരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.